മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, തൃക്കേട്ട, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 25-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസം കൂടിയായിരിക്കും. കാരണം നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്തതും നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുവാനിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ജീവിതത്തിൽ ചില കാര്യങ്ങളെപ്പറ്റി വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലർക്കും അതിൽ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ വളരെയധികം ആശങ്ക മനസ്സിലുണ്ടെന്ന് മാത്രമല്ല, പല സമയങ്ങളിലും കാര്യതടസ്സങ്ങൾക്ക് മേൽ തടസ്സങ്ങളാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല, മാനസികമായും ചില വ്യക്തികൾ അനുഭവിച്ചു വരുന്ന സംഘർഷാവസ്ഥ ചില്ലറയല്ല. എന്നാൽ ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച ഈ 8 നക്ഷത്രക്കാരിലും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം വളരെ വലിയ രീതിയിലുണ്ടാകുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ ഗുണഭാവത്തിലാണ് ഈ നക്ഷത്രക്കാരിൽ തെളിയുന്നത്. അപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം ഒരേ ഗതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ ഒരു ദിവസം നടക്കുന്ന പല കാര്യങ്ങളും അതിസവിശേഷകരമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഡിസംബർ മാസം 25-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം ഒരേ രീതിയിൽ ഗുണകരമായി വരുന്നതിനാൽ ഒട്ടനവധി പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും മാനസിക സംഘർഷവും അനുഭവിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് എന്താണ് ഇത്തരത്തിൽ മനസ്സിന് ഒരു ദുഃഖം അനുഭവപ്പെടുന്നത് എന്നതിൻ്റെ കാരണം പോലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതായത് അത്രയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നതിനാൽ തന്നെ ഒരേ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായി കരിയറുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ നേരിട്ട് വരുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വിവാഹം പോലെയുള്ള എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട പണം പോലും കയ്യിലില്ലാതെ വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഡിസംബറിലെ ഏറ്റവും ശുഭകരമായ ദിനമാണെന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രശ്നത്തിനും നിങ്ങൾക്ക് ഉടനടി ഉണ്ടാകേണ്ട ആ സാമ്പത്തിക ആവശ്യത്തിനും പരിഹാരമുണ്ടാകുന്ന തരത്തിലുള്ള ചില ധനനേട്ടങ്ങളായിരിക്കും ചിങ്ങം രാശിക്കാരിൽ ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത് എന്നുള്ള കാര്യം ഫലപ്രകാരം വ്യക്തമായി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പരിശ്രമവും
കഠിനാധ്വാനവും നിങ്ങളെ ഒരു സമ്പന്നതയിലേക്ക് എത്തിക്കുകയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യങ്ങളും ചില പുതിയ അവസരങ്ങളും ചിങ്ങം രാശിക്കാരിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ഡിസംബർ 25 വ്യാഴാഴ്ച ചില ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ചില വ്യക്തികളെ കാണുവാനും അവരിലൂടെ ചില പുതിയ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുമുള്ള യോഗവുമുണ്ടാകും. ആ ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും തൊഴിലവസരങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയുന്നതോ ആകാം. ഒപ്പം തന്നെ മറ്റുള്ള പുതിയ ചില ബിസിനസ് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുവാനും അതിനുവേണ്ട മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗവും ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഭാഗ്യകരമായ സ്വാധീനത്താൽ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോവുകയാണ്. ഇനി ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ തന്നെ ഈ ഡിസംബർ 25 വ്യാഴാഴ്ച സ്നേഹബന്ധങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ചില പുതിയ വ്യക്തികളെ പരിചയപ്പെടുവാനും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും നിങ്ങളാൽ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ചിങ്ങം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനത്താൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുക. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഈ മേഖലയിൽ നേരിട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടാകും. ഇതിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന പ്രണയിക്കുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ പ്രണയത്തെ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യവും വളരെയധികം നിലനിൽക്കുന്ന സമയമാണ് ഇത്. പ്രത്യേകിച്ച് ജാതിമത വ്യത്യാസങ്ങളുടെ പേരിൽ അകലേണ്ടി വരുമോ എന്ന് ഭയക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയം വളരെയധികം ഭാഗ്യകരമാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാതി മതം എന്നതിലുപരി നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോടൊപ്പം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള പുരോഗതിയും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ചിങ്ങം രാശിക്കാർക്ക് ഈ ഡിസംബർ 25 വ്യാഴാഴ്ച വളരെ പോസിറ്റീവായ ഒരു ദിവസമാണ്. മികച്ച ആരോഗ്യസ്ഥിതിയും ഒപ്പം തന്നെ നിങ്ങളുടെ ചിന്തകളിൽ പോലും വളരെയധികം പോസിറ്റിവിറ്റിയും ഈ ഒരു ദിവസം അനുഭവത്തിൽ വരും. അപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വരെ എന്തൊക്കെ തരത്തിലുള്ള മാനസിക വിഷമതകൾ അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനത്താൽ ഡിസംബർ 25 വ്യാഴാഴ്ച നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നവയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 25 വ്യാഴാഴ്ച ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഗുണകരമായ സ്വാധീനത്താൽ ജീവിതത്തിൽ ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരിൽ ഭൂരിഭാഗം ആളുകളെയും സംബന്ധിച്ചിടത്തോളം ജീവിതം ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം നിറഞ്ഞ ഒന്നാണ്. അതായത് ജീവിതത്തിൽ എന്നും കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ മറ്റുള്ളവരെ എല്ലാം കൊണ്ടും സഹായിക്കുവാനും മറ്റുള്ളവരോട് ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ നേരെ മറിച്ച്
നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് പലതും തിരിച്ചടികൾ മാത്രമാണ്. ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ, നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിക്കുകയാണ്. മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു സമാധാന വാക്ക് കേൾക്കുവാനില്ല. അതായത് എത്രയൊക്കെ സ്നേഹിച്ചാലും, നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നത് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും മാനസികമായ തകർച്ചകൾക്കും പുറമെ തന്നെ വളരെയധികം സാമ്പത്തികമായ തകർച്ചകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം കൊണ്ട് ഡിസംബർ 25 വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ നാഴികക്കല്ലാകുന്ന ഒരു ദിവസമായിരിക്കും. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അതേ രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ശുഭവാർത്തകൾ വൃശ്ചികം രാശിക്കാരെ തേടിയെത്തുവാൻ പോകുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഡിസംബർ 25 വ്യാഴാഴ്ച കണക്കാക്കപ്പെടുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാർ സ്വന്തമായി ഒരു വീടില്ലാതെ വളരെ നാളുകളായി വാടക വീട്ടിൽ കഴിയുകയും ഒരു സ്വന്തം വീട്ടിലേക്ക് മാറണമെന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരിൽ ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം സൃഷ്ടിക്കുവാൻ പോകുന്നത് അത്ഭുതകരമായ മാറ്റമാണ്. ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ഒരു അപ്രതീക്ഷിത ധനനേട്ടമുണ്ടാവുകയും നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹത്തെ നിങ്ങൾ പോലും ചിന്തിച്ചതിലും വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി അതുകൂടാതെയും മറ്റുള്ള വൃശ്ചികം രാശിക്കാരിലേക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ പല വഴികളിൽ നിന്നും ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങൾ ചില സാമ്പത്തിക സ്രോതസ്സുകൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടും ചില തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരാതിരുന്ന തുകകൾ വരെ നിങ്ങൾക്ക് ഉടനടി കൈപ്പറ്റുവാൻ കഴിയുകയും അതിലൂടെ നിങ്ങൾക്ക് പൂർത്തീകരണം കാണേണ്ട കാര്യങ്ങൾ ഉടനടി പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിച്ച് മനസമാധാനം ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. ഇനി അതുപോലെ തന്നെ പ്രത്യേകമായി ചില വ്യക്തികൾക്ക് മാത്രം ഈ ഡിസംബർ 25 വ്യാഴാഴ്ച ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് ചില പ്രത്യേക അനുഭവങ്ങൾ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാകും. ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഈ ഡിസംബർ 25 ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പുതിയ വ്യക്തികളെ കാണുകയും അതിൽ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിത പങ്കാളി ആക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും ഇത് ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു കാര്യം ചിലപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അനുഭവത്തിൽ വരിക. എന്നിരുന്നാലും അത്തരത്തിൽ ഒരു അനുഭവം വൃശ്ചികം രാശിയിൽ പിറന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ദിവസം ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. മാത്രമല്ല, അത്തരത്തിൽ വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തിയോടൊപ്പം ഏറ്റവും സന്തോഷത്തോടെയും ഐശ്വര്യപൂർണമായുമുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി അതുകൂടാതെ മറ്റുള്ള വൃശ്ചികം രാശിക്കാരിലും ഈ ഒരു സമയം വളരെയധികം ഭാഗ്യം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും പ്രണയ സാഫല്യവുമായി ബന്ധപ്പെട്ടും
നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിനാൽ ഇതുവരെ വിവാഹ തടസ്സമൊക്കെ അനുഭവിച്ചിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് സമാധാനിക്കാം. കാരണം വിവാഹ തടസ്സങ്ങളെല്ലാം ഇല്ലാതാവുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തമമായ ഒരു ജീവിത പങ്കാളിയെ വളരെ വേഗത്തിൽ കണ്ടെത്തുവാനുമുള്ള യോഗമുണ്ടാവുകയും ചെയ്യും എന്നത് ഫലപ്രകാരം വ്യക്തമാണ്. മാത്രമല്ല, ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം നിങ്ങളിൽ ഗുണകരമായി വന്നു ചേരുന്നതോടെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന എന്ത് കാര്യമായിരുന്നാലും അത് ഭാവിയിൽ സ്വന്തമാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ശുക്രൻ്റെ സ്വാധീനത്താൽ നിങ്ങളിലേക്ക് പല വഴികളിൽ നിന്നുമായിരിക്കും നേട്ടങ്ങൾ വന്നു ചേരുന്നത്. അതിനാൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവ തട്ടിത്തെറിപ്പിക്കരുത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഈ ഡിസംബർ 25-ാം തീയതി ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടൊപ്പം തന്നെ കുടുംബ ബന്ധത്തിലും വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതത്തിലെ ഇല്ലായ്മകളെയും കഷ്ടതകളെയും നിങ്ങൾക്ക് മറക്കുവാൻ കഴിയുന്ന തരത്തിൽ ചില ശുഭകാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള യോഗം കാണുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കന്നിരാശിക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ദുഃഖിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. മാത്രമല്ല, ഇപ്പോഴും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ചില വ്യക്തികൾ കൊടും കടക്കണിയിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാതെ നട്ടം തിരിയുകയാണ്. അതായത് നിങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശ്രമിക്കും തോറും അവ അധികരിക്കുന്നതല്ലാതെ ഒരു വിധത്തിലുള്ള പുരോഗതിയും നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയും മാനസിക വിഷമതകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിലും സന്തോഷം നിറഞ്ഞ തരത്തിലുള്ള ചില അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ചയോടെ വന്നു ചേരുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഈ ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ചയോ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലോ ആയി കർമ്മമേഖലകളുമായി ബന്ധപ്പെട്ട് ചില കന്നിരാശിക്കാർക്ക് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന ചില തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതോ ആകാം. എന്തുതന്നെയായാലും ചില പ്രത്യേക രീതിയിലുള്ള തൊഴിലവസരങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഈശ്വരനോട് വളരെയധികം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികളെ തേടി സൗഭാഗ്യമാണ് എത്തുവാൻ പോകുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോകുവാനിരിക്കുന്ന ചില ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയതിനു ശേഷം അവിടെ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു ജോലി ഇതുവരെ സ്വന്തമാക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുമുണ്ട്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അത്ര ദയനീയമാണ്. ഇതിൽ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇപ്പോൾ ഒരു തടങ്കലിൽപ്പെട്ട അവസ്ഥയാണ്. എന്നാൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥയ്ക്കും ആ ഒരു കഷ്ടപ്പാടിനും
അവസാനമുണ്ടാകുവാൻ പോവുകയാണ്. മാത്രമല്ല, നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു കർമ്മ മേഖലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ പരിശ്രമിക്കുന്നതിനനുസരിച്ചുള്ള ഒരു വിജയഫലം നിങ്ങൾക്ക് ഈ ഒരു ശുക്രൻ്റെ സ്വാധീനത്താൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി അതുപോലെ തന്നെ സ്വർണം, പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി സ്വന്തമാക്കുവാനുള്ള യോഗവും ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഗുണഭാവം കൊണ്ട് കന്നിരാശിക്കാരിൽ ഈ ഒരു സമയത്ത് വളരെയധികം കാണുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വളരെ ദയനീയമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വർണം പണയം വയ്ക്കേണ്ടി വരികയും എന്നാൽ അത് തിരികെ എടുക്കുവാനുള്ള ഒരു വഴിയുമില്ലാതെ ചില വ്യക്തികൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റു ചില വ്യക്തികളാണെങ്കിൽ വളരെ അടുത്ത ഇടപഴകിയിരുന്ന ചില ആളുകൾക്ക് സ്വർണം കടമായി കൊടുത്തതിന് ശേഷം ഇപ്പോൾ അത് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ നേരിടുന്നു. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച ധനം വരെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് അത്തരത്തിൽ അവ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ഈ ഒരു സമയത്ത് ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ നേർവഴിയിൽ സമ്പാദിച്ച ധനമായതിനാൽ തന്നെ തീർച്ചയായും അവ നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. മാത്രമല്ല, ഈ ഡിസംബർ 25 വ്യാഴാഴ്ച ചില കന്നിരാശിക്കാർക്ക് വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില സമ്മാനങ്ങളും ചില തുകകളും കൈപ്പറ്റുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മനസമാധാനവും സന്തോഷവും ഉണ്ടാവുകയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഏറ്റവും മനോഹരമായ ഒരു സമയം ചിലവഴിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഡിസംബർ മാസം 25 വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒട്ടനവധി സന്തോഷകരമായ അനുഭവങ്ങളും ശുഭകാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.